നമസ്കാരം. ജനരോഷം ഭയന്ന് 5 വർഷം മുൻപ് അമേഠിയിൽ നിന്ന് ഒളിച്ചോടി വയനാട്ടിൽ അഭയം പ്രാപിച്ച രാഹുൽ ഗാന്ധി ഇപ്പോൾ വയനാടിന് പുറമെ റായ്ബറേലിയിലും മത്സരിക്കുന്നത് വയനാട്ടിലെയും കേരളത്തിലെയും ജനങ്ങളോട് കാട്ടുന്ന കൊടും വഞ്ചനയാണ്. എന്നാൽ തോൽക്കുമെന്ന് ഉറപ്പായതോടെയാണ് ഗാന്ധി കുടുംബം അമേഠിയിൽ മത്സരിക്കാൻ തയ്യാറാകാതിരുന്നതെന്ന് NDA സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ സ്മൃതി ഇറാനി തുറന്നടിച്ചിരുന്നു. മണ്ഡലത്തിൽ ചെറിയ വിജയ സാധ്യതയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഗാന്ധി കുടുംബത്തിലെ ആരെങ്കിലും മത്സരിച്ചേനെയെന്നും ഗാന്ധി കുടുംബം സ്വയം പരാജയം പ്രഖ്യാപിച്ചുവെന്നും അവർ പറഞ്ഞു. എന്നാൽ സത്യമൊന്നും അറിയാതെ വീണ്ടും രാഹുലിനെ പുകഴ്ത്തി എത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ. മുൻ മന്ത്രി ചൌധരി ഫവാദ് ഹുസൈനാണ് രാഹുലിനെ പ്രശംസിച്ച് വീണ്ടും രംഗത്തെത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ സമ്പത്ത് പുനർവിതരണം ചെയ്യുന്നതിനായി സർവേ നടത്തുമെന്ന പ്രഖ്യാപനം ശ്ലാഘനീയമാണെന്ന് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയും രാഹുലിന്റെ മുതുമുത്തച്ഛനുമായ ജവഹർലാൽ നെഹ്റുവിനെ പോലെ ഒന്നാന്തരം സോഷ്യലിസ്റ്റാണ് രാഹുലെന്നും ഫവാദ് ഹുസൈൻ പ്രതികരിച്ചു. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാന്റെ മന്ത്രിസഭാംഗമായിരുന്നു ഹുസൈൻ. രാഹുലിനെ രാഹുൽ സാഹിബ് എന്ന് വിശേഷിപ്പിച്ചായിരുന്നു ഹുസൈന്റെ വാക്കുകൾ. മുതുമുത്തച്ഛനായ നെഹ്റുവിനെ പോലെ രാഹുലിനുള്ളിലും ഒരു സോഷ്യലിസ്റ്റ് ഉണ്ട്. വിഭജനത്തിന് ശേഷം 75 വർഷം പിന്നിടുമ്പോഴും ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും അവസ്ഥ ഒന്നു തന്നെയാണ്. രാഹുൽ ഏറ്റവും ഒടുവിലായി നടത്തിയ പ്രസംഗത്തിൽ രാജ്യത്തെ സമ്പത്ത് കൈവശം വെച്ചിരിക്കുന്നവരെ കുറിച്ച് വിശദീകരിച്ചിരുന്നു. ഇന്ത്യയുടെ 70% സ്വത്തുക്കളും രാജ്യത്തെ 30-50 കുടുംബങ്ങളുടെ പക്കലാണുള്ളത്. അതുപോലെ തന്നെയാണ് പാകിസ്ഥാന്റെ കാര്യവും. പാകിസ്ഥാനിലെ 75% സമ്പത്തും പാക് ബിസിനസ് കൌൺസിലിലും ചില റിയൽ എസ്റ്റേറ്റ് ഭീകരന്മാരുടെയും കൈവശമാണ്. ന്യായമായ രീതിയിൽ സ്വത്തുക്കൾ വിഭജിക്കുകയെന്നത് മുതലാളിത്തത്തിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ്, ഫവാദ് ഹുസൈൻ പറഞ്ഞു. പാകിസ്ഥാനിൽ നിന്നും രാഹുലിന് ലഭിക്കുന്ന അകമഴിഞ്ഞ പിന്തുണയ്ക്കും ആരാധക വൃന്ദത്തിനും അഭിനന്ദനമറിയിച്ച് നേരത്തെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു എക്സിൽ കുറിച്ച് പങ്കുവച്ചിരുന്നു. ഫവാദ് ഹുസൈനെ പോലെ മുതിർന്ന രാഷ്ട്രീയ നേതാവടക്കം രാഹുലിന്റെ ഫാനാണ്. പാകിസ്ഥാനിൽ നിന്ന് ലഭിക്കുന്ന നോൺ സ്റ്റോപ്പ് പ്രശംസകൾക്ക് രാഹുലിന് അഭിനന്ദനങ്ങൾ. വലിയൊരു കൂട്ടം ഫാൻസാണ് പാകിസ്ഥാനിൽ നിന്നും രാഹുലിനുള്ളതെന്നും കിരൺ റിജിജു പരിഹസിച്ചു.